ഗുഡ് മോർണിംഗ് എവറിവൺ. കൃപാസനവുമായി സംബന്ധിച്ച പല ചോദ്യങ്ങളും നമ്മുടെ ചാനലിലൂടെ കൃപാസന വീഡിയോയുടെ ഭാഗമായിട്ട് വരാറുണ്ട്. സോ കൃപാസനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അല്ലെങ്കിൽ ഉടമ്പടിയുടെ ഒരു ഭാഗമായിട്ട് ചോദിച്ചൊരു പ്രസക്ത ചോദ്യത്തിന് ആൻസർ നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ ഡബ്ലിൻ മല്ലു വേൾഡ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും ലൈക്കുകളൊക്കെ തന്ന് നമ്മുടെ ഈ ചാനലിനെ പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. കുറേ അധികം പേര് നമ്മുടെ ഫോളോവേഴ്സായിട്ടുണ്ട്. കുറേ അധികം ആൾക്കാർ നല്ല അഭിപ്രായം പറയുന്നുണ്ട് നമ്മുടെ ചാനലിനെ കുറിച്ചൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിപ്പോൾ വന്നിരിക്കുന്നത്. സോ ചോദ്യം ഇതായിരുന്നു: നമ്മുടെ കൃപാസനത്തിലെ ഉടമ്പടി നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് ഉള്ള ആളുകളാണ് അല്ലേ. നമ്മൾ പല ജോലികളിലും വ്യാപൃതരായിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ പല ജോലികളും വർക്ക് ചെയ്യുന്ന ആളുകളാണ് അല്ലേ. സോ ചിലർക്കൊക്കെ നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്, ചിലർക്ക് ഡേ ഷിഫ്റ്റ് ഉണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ ഓരോരുത്തരും. സോ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് കൃപാസനത്തിൻ്റെ ഉടമ്പടി എങ്ങനെ പാലിക്കാൻ പറ്റുമോ ഇല്ലയെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമ്മൾ കൃപാസന ഉടമ്പടിയുടെ നിബന്ധനകൾ നമ്മൾ ഏകദേശം മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു പേപ്പർ കിട്ടും അല്ലേ. നമ്മുടെ ഉടമ്പടിയുടെ വ്യവസ്ഥകളും ഒക്കെ ഉള്ള ഒരു പേപ്പർ നമുക്ക് കിട്ടുന്നുണ്ട്, ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ക്ലാസ്സുകളിലൊക്കെ സംബന്ധിച്ച് നമ്മുടെ ഉടമ്പടി എങ്ങനെ ചെയ്യണം, എങ്ങനെ പൂർത്തീകരിക്കണം, എന്തെല്ലാം കാര്യങ്ങളാണ് പാലിക്കേണ്ടത്, സമയനിഷ്ഠ എങ്ങനെയാണ് എന്ന് പറഞ്ഞ കുറേ ഇൻഫർമേഷൻസ് നമുക്ക് ഉടമ്പടിയെ സംബന്ധിച്ച് കിട്ടുന്നുണ്ടല്ലേ. സോ അപ്പം ഇങ്ങനെ ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ വായിച്ച് മനസ്സിലാക്കി അല്ലെങ്കിൽ കാര്യങ്ങൾ അറിഞ്ഞ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ നൈറ്റ് ഷിഫ്റ്റ് ഉള്ളവർക്കൊക്കെ ഉറപ്പായിട്ടും പാട് തന്നെയായിരിക്കും നമ്മുടെ ഉടമ്പടി ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ആദ്യത്തെ തന്നെ പ്രാർത്ഥന, ആ ഉടമ്പടിയുടെ ആദ്യത്തെ പ്രാർത്ഥന രാവിലെ 5:30 പ്രാർത്ഥനയാണല്ലേ. നമ്മൾ ഉടമ്പടി എടുക്കുന്ന അല്ലെങ്കിൽ ഈ പ്രാർത്ഥന എടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതിന് കുറേ നിഷ്ഠകൾ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. രാവിലെ 5:30 പ്രാർത്ഥന നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചെല്ലാൻ വേണ്ടിയിട്ട്. നമ്മളെ തിരി കത്തിച്ച് വെച്ചുകൊണ്ട് തന്നെ വേണം ആ പ്രാർത്ഥന നമ്മൾ ചെല്ലാൻ വേണ്ടിയിട്ട് അല്ലേ. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് 5:30 പ്രാർത്ഥന. 5:30 പ്രാർത്ഥന ആകുമ്പോഴത്തേക്കും നമ്മൾ തിരികൾ കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. മുട്ടുമേ നിന്ന് തിരി കത്തിച്ച് കൈ പിടിച്ച് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. അപ്പോൾ അതിനൊക്കെ അവസരമോ അല്ലെങ്കിൽ അതിനൊക്കെ സമയമോ അല്ലെങ്കിൽ അതിനുള്ളൊരു സിറ്റുവേഷനോ നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഉടമ്പടി എടുത്താൽ മതി. ബിക്കോസ് നമ്മുടെ പ്രാർത്ഥന അത്രയും ഉടമ്പടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈശോയുടെ മുന്നിൽ വെച്ചെടുക്കുന്ന അല്ലെങ്കിൽ മാതാവിന് മുന്നിൽ വെച്ചെടുക്കുക എടുക്കുന്ന ഒരു പ്രതിജ്ഞയാണല്ലേ. അപ്പം നമ്മൾ അതിന് പാലിച്ചു പോകേണ്ട കുറേ കാര്യങ്ങളുണ്ട്, നിഷ്ഠകളുണ്ട്. അത് പാലിക്കാൻ പറ്റുമെങ്കിൽ മാത്രം നമ്മൾ ആ ഉടമ്പടി എടുക്കാൻ ശ്രമിക്കുക. സോ നൈറ്റ് ഷിഫ്റ്റ് ഉള്ളവർക്ക് രാവിലെ മോർണിംഗ് കഴിഞ്ഞ് മോർണിംഗ് ഷിഫ്റ്റ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും സമയമെല്ലാം കഴിഞ്ഞു പോകും. അപ്പോൾ ആ സമയത്ത് പാലിക്കാൻ പറ്റിയെന്ന് വരത്തില്ല അവർക്ക്. അതുപോലെ തന്നെ സന്ധ്യാപ്രാർത്ഥനയോട് കഴിഞ്ഞ് അല്ലേ, സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് നമ്മൾ മറ്റേ പ്രാർത്ഥന ചെല്ലേണ്ടത്. തിരികെ തിരിച്ച് വെച്ച് തന്നെയാണ് അതും ചെല്ലേണ്ടത്. അതും അവർക്ക് മുടങ്ങുന്ന ഒരു രീതിയാണ്. സോ ഇങ്ങനെ ഈ നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്ന ആളുകൾ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ, പേഴ്സണൽ അഭിപ്രായത്തിൽ, ആ പ്രാർത്ഥനയുടെ രീതിയും ആ പ്രാർത്ഥനയുടെ ഒരു മീനിങ്ങും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നൈറ്റ് ഷിഫ്റ്റ് എടുക്കുന്ന ആളുകൾ ഡേ ഷിഫ്റ്റ് വരുന്ന ആ സമയത്ത് നമ്മൾ അത് ചെല്ലുകയായിരിക്കും ഏറ്റവും നല്ലത്. അതല്ലാതെ നമ്മൾ ആ പ്രാർത്ഥനയുടെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ പാലിക്കാൻ നമ്മൾ ചെയ്തുകൊണ്ട് ആ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രയോജനമില്ലെന്നാണ് എൻ്റെ ഒരു തോന്നൽ. എനിക്ക് മനസ്സിലായ ഒരു കാര്യം. നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഒരു ഡേ ഷിഫ്റ്റിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സമയവും സാഹചര്യവും നിങ്ങളുടെ ആയിരിക്കുന്ന അവസ്ഥ ഇതൊക്കെ നോക്കിയിട്ട് ഉടമ്പടി എടുക്കുക. 100 പേര് പോയി എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർ പോയി എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ സുഹൃത്ത് പോയി എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അനിയത്തി അല്ലെങ്കിൽ സിസ്റ്ററൊക്കെ പോയി എടുക്കുന്നുണ്ട്, അപ്പോൾ ഞാനും പോയി എടുത്തേക്കാമെന്നും പറഞ്ഞ് എടുത്തിട്ട് കാര്യമില്ല. നമ്മൾ എടുക്കുന്ന കാര്യം പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ പാലിച്ചു പോയി ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരിക്കുമ്പോൾ മാത്രം നിങ്ങൾ ഉടമ്പടി എടുക്കുക. അതല്ലാതെ നൈറ്റ് ഷിഫ്റ്റിലൊക്കെ ഇരുന്നിട്ട് നമുക്ക് ഒരു ദിവസം നമ്മൾ ചെല്ലിയിട്ട് ഒരു ദിവസം ചെല്ലാതെ ഇരുന്നിട്ടൊന്നും ഒരു പ്രയോജനമില്ല. ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടമ്പടിയിലായിരിക്കണം, ഉടമ്പടിയുടെ ടൈം നമ്മൾ പാലിച്ചിരിക്കണം, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആക്ച്വലി.